നമ്മുടെ കേരളത്തിൽ റിലീസായ പല സിനിമകളും ആ സമയത്ത് ഇപ്പോൾ വന്ദന അല്ലെങ്കിൽ അഴകിരാവൺ പോലുള്ള സിനിമകൾ അന്ന് വർക്കൗട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ടു. പത്മനാഭൻ സാറിന്റെ അനന്തരം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു എന്ത് സിനിമയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം പിന്നീട് നമ്മൾ വാഴ്ത്തപ്പെട്ട ഒരുപാട് സിനിമകളോട് ഈ അടുത്ത കാലം നോക്കുവാണെങ്കിൽ ബിഗ് ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിയത് പിന്നീട് ചരിത്രമായതാണ് ആടിന്റെ ഫസ്റ്റ് പാർട്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതാണ് സിനിമയെ നോക്കി കാണുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നതുകൊണ്ടാണോ അത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വർഷങ്ങൾ കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നതുകൊണ്ടാണോ പിന്നീട് ആഘോഷിക്കുന്നത്? അല്ല, ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ്. ഇപ്പം ചില സിനിമകൾ ഓവർ ചെയ്ത് ഇപ്പം നാടൊക്കെ മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനിൽ വന്ന അല്ല, ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, അപ്പം ഇതിനന്ന് ഓടാത്ത സിനിമയെന്ന് അച്ഛൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരും, അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 days വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളെന്ന് പറഞ്ഞിട്ട് ഒരു 4ാം ദിവസത്തോട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, പടം വീണ് വരുന്നുണ്ടാവും, പിന്നെ ഉള്ളവരാവും. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാതെ കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 days വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത്തരം ഓഡിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻ പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് കാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നുമില്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. കഴിഞ്ഞ പല ഇന്റർവ്യൂകളിൽ ചില സമയത്ത് ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഒന്നുമില്ലല്ലോ. അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവണം. ഇതപ്പോ പക്കയായിരിക്കും.